പാഴൂരിൽ പടിപ്പുരകൾ 3 ഇവയ്ക്ക് 3നും അതിൻ്റേതായ പ്രസിദ്ധിയും പ്രസക്തിയുമുണ്ട്. പാഴൂർ പുഴയോട് ചേർന്ന് കാണുന്ന പടിപ്പുരയിലാണ് തലക്കുളത്ത് ഭട്ടതിരിയുടെ സമാധി സ്ഥലമാണ് ഇവിടത്തെ 2ാമത്തെ പടിപ്പുര. സമാധി സമയം ആസന്നമായപ്പോൾ തൻ്റെ പുത്രനെ വിളിച്ച് തന്നെ പടിപ്പുരയുടെ ഭാഗമായി തന്നെ അടക്കം ചെയ്യണമെന്നും അവിടെ ഒരു പടിപ്പുര പണിത് അതിലിരുന്ന് പറയുന്ന പ്രശ്നവിചാരങ്ങൾ പിഴയ്ക്കില്ലെന്നും ഭട്ടതിരി മകനെ അനുഗ്രഹിച്ചു. ഇന്നും ഇവിടെ പ്രശ്നം പറയാനിരിക്കുന്നത് തലക്കുളത്ത് ഭട്ടതിരിയുടെ സമാധി സ്ഥലമായ പടിപ്പുരയിലാണ്. കൊല്ലവർഷം 412 ആണ്ട് വൃശ്ചിക മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം സമാധി അടയും. അപ്പം സമാധി അടയുന്നതിന് മുമ്പായിട്ട് വരിക്കപ്ലാവ് കൊണ്ടൊരു പെട്ടി ശരിയാക്കി വെക്കണം. ഞാൻ പത്മാസനത്തിലിരുന്ന് എൻ്റെ ശിരസ് എപ്പോൾ പൊട്ടുന്നതായി കാണുന്നു അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം അടയ്ക്കണം. അതിൻ്റെ പിന്നിൽ നിന്ന് വേണം പ്രശ്നം പറയാനും ഫലനിർദ്ദേശം ചെയ്യാനും. എല്ലാം സത്യമായിട്ട് വരും എന്നുള്ള അനുഗ്രഹം കൊടുത്തിരിക്കുന്നു. ആ സമാധി പീഠത്തിലാണ് ഇപ്പോഴും പ്രശ്നം പറയുന്നത്, ഈ സ്ഥലത്ത്. അപ്പോൾ ആ സമാധി പീഠ അദ്ദേഹത്തിൻ്റെ ആ ഭട്ടതിരിപ്പാടിൻ്റെ തേവാരമൂർത്തികൾ ഇന്നും വേണ്ട രീതിയിൽ ഇന്നിന്ന രീതിയിൽ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആ തീർത്ഥം ഇവിടെ സമർപ്പിച്ചതിന് ശേഷമേ പ്രശ്നം പറയാവൂ, ഫലനിർദ്ദേശം എല്ലാം സത്യമായിട്ട് എന്നുള്ള ആ ഒരു അനുഗ്രഹം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ വക പൂജാമുറി, ഞങ്ങളുടെ പൂജാമുറി ഗണപതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ. അപ്പം ഗണപതിയും ശാസ്താവും അതുപോലെ ഈ വെണ്ണകൃഷ്ണൻ, ശ്രീചക്രം, മഹാമേരു, സന്താന ഗോപാല പ്രതിമ, അങ്ങനെ സാളഗ്രാമാദി മൂർത്തികൾ, ഇങ്ങനെ 10-24 കൂട്ടം മൂർത്തികൾ നിത്യവും രാവിലെ തേവാരം കഴിഞ്ഞിട്ട് ആ തീർത്ഥം സമർപ്പിക്കും ഇവിടെ. നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന ഭൂമിയെന്ന് പാഴൂർ പടിപ്പുരയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടത്തെ ജ്യോത്സ്യന്റെ വൈഭവം പരീക്ഷിക്കാനായി ബ്രാഹ്മണ വേഷധാരികളായിട്ടെത്തിയ ബുധശുക്രന്മാരുടെ കഥ പ്രസിദ്ധമാണ്. ജ്യോതിഷിക്ക് നൽകിയ വാക്കു പാലിക്കാനായി ബുധശുക്രന്മാർ ഇന്നും അവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടത്തെ 3ാമത്തെ പടിപ്പുരയുടെ പ്രത്യേകത. ബുധശുക്രന്മാർ ബ്രാഹ്മണ വേഷധാരികളായിട്ട് പടിപ്പുരയിൽ ജ്യോത്സ്യനെ പരീക്ഷിക്കാനായിട്ട് വന്നു. അപ്പോൾ അവർ അപ്പം ഈ ജ്യോത്സ്യൻ ഇവിടെ കിഴക്കേ പടിഞ്ഞാറ് പടിപ്പുരയിരിക്കുന്നു. ബുധശുക്രന്മാർ കിഴക്കേ അറ്റത്ത് 2 തട്ടുകളിലായിട്ടിരിക്കുന്നു. എന്നിട്ട് അവർ ചോദിച്ചെന്ന് വെച്ചാൽ, ജ്യോത്സ്യരെ ഇപ്പം ബുധശുക്രന്മാർ ഏതെല്ലാം രാശിയിലാണ് ഇരിക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പം അന്ന് പഞ്ചാംഗമൊന്നുമില്ല, എല്ലാം ഗണിതക്രിയകളാണ്. എല്ലാം ഗണിച്ചു നോക്കിയപ്പോഴത്തേക്കും ബുധൻ ഇന്ന രാശിയിൽ, ശുക്രൻ ഇന്ന രാശിയിൽ എന്ന് പറഞ്ഞു. ഉടനെ അവർ അബദ്ധമാണല്ലോ, ഒന്നുകൂടെ നോക്കണല്ലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്തേക്ക് മുറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മുറുക്കി തുപ്പാനായിട്ട് പുറത്ത് പോയി തിരിച്ച് അവർ സീറ്റ് മാറിയിരുന്നു. അപ്പം ബുധൻ്റെ സ്ഥലത്ത് ശുക്രനും ശുക്രൻ്റെ സ്ഥലത്ത് ബുധനും കയറിയിരുന്നു. നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും നോക്കിയപ്പോഴത്തേക്കും ആ രാശി മാറി വേറെ രാശിയിലായി. അപ്പോൾ 1-2 ഘട്ടം ഇങ്ങനെ ആയപ്പോൾ ഇതുവരെ അബദ്ധമൊന്നും ഉണ്ടാകാത്തതായ ആ ജ്യോത്സ്യൻ ഇവർ സാക്ഷാൽ ബുധശുക്രന്മാർ തന്നെയാണോ എന്നതിന് അദ്ദേഹത്തിന് സംശയമായി. അപ്പം അതുകൊണ്ട് അകത്തൊരു ഗ്രന്ഥമുണ്ട്, അത് ഉള്ളേ പോയി നോക്കി ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വരാം, അതുവരെ അവിടുന്ന് എഴുന്നള്ളരുത് എന്ന് പറഞ്ഞ് അവരെ സത്യം ചെയ്യിച്ചതിന് ശേഷം ഈ
ജ്യോത്സ്യൻ നാലിട്ട് കയറി ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ അവരവിടെ ഇരുന്ന് അവർ ലയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ സങ്കല്പം.